പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 13-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. സദ്യ വിരുന്ന് എന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും സന്തോഷത്തിൻ്റെയും എല്ലാം പ്രതീകമാണ്. വിശുദ്ധ ബൈബിളിൽ സദ്യ വിരുന്ന് എന്ന് പറയുമ്പോൾ അത് ദൈവരാജ്യത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. നാം സദ്യ നടത്തുമ്പോൾ സാധാരണയായി നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അയൽക്കാരെയും ഒക്കെയാണ് നാം ക്ഷണിക്കുന്നത്. എന്നാൽ യേശു പറയുന്നു, നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും എല്ലാം ക്ഷണിക്കുവിൻ എന്ന്. ആത്മീയ തലത്തിൽ നമുക്ക് പ്രതിഫലം ലഭിക്കേണ്ടതിനാണ് യേശു അപ്രകാരം പറഞ്ഞത്. ദരിദ്രരെയും അവശരെയും സദ്യയ്ക്ക് വിളിക്കുമ്പോൾ അവർക്ക് ഒന്നും തിരിച്ചു തരാൻ കഴിവില്ലാത്തതുകൊണ്ട് പ്രതിഫലം ദൈവം തരുമെന്നാണ് യേശു സൂചിപ്പിച്ചത്. ദൈവം നമുക്കായി 2 തരത്തിലുള്ള വിരുന്ന് ഒരുക്കുന്നുണ്ട്. ഒന്ന് വചന വിരുന്ന്, 2 അപ്പത്തിൻ്റെ വിരുന്ന്. വചന വിരുന്നിലൂടെ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ ദൈവം നമ്മെ കാണിച്ചു തരികയാണ്. ദൈവം നമ്മെ കാണുന്നത് പോലെ നമുക്ക് നമ്മെ തന്നെ, നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയെ കാണുവാനായിട്ട് വചനത്തിലൂടെ കഴിയും. നാം വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുറവുകൾ, നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ, ദൈവഹിതത്തിനെതിരായി നാം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ദൈവം വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. വചനത്തെ ഗൗരവത്തിലെടുക്കുന്നവർക്ക് അനുതാപവും മാനസാന്തരവും ഉണ്ടാകും. അങ്ങനെ ഒരുക്കമുള്ളവർക്ക് 2ാമത്തെ വിരുന്നിലേക്ക് പ്രവേശിക്കാനും കഴിയും. 2ാമത്തെ വിരുന്ന് അപ്പത്തിൻ്റെ വിരുന്നാണ്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണെന്ന് യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ദിവ്യകാരുണ്യ വിരുന്ന്. അതിനാൽ ഒരുക്കത്തോടും യോഗ്യതയോടും കൂടെ വേണം ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ. ശുദ്ധമായ ഹൃദയത്തോടെ ദിവ്യകാരുണ്യം സ്വീകരിച്ച് ദൈവത്തോട് ഒപ്പമായിരിക്കാൻ വേണ്ടി ദൈവം നമ്മെ മാടി വിളിക്കുകയാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. അത് ഹെബ്രായർ 12:14 പറയുന്നുണ്ട്. വിശുദ്ധി കൂടാതെ ദൈവത്തോടൊപ്പം ആയിരിക്കുവാനും നമുക്ക് സാധിക്കുകയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശമാണെന്ന് പറയുന്നുണ്ട്. വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ പലവിധ കാരണങ്ങൾ കൊണ്ട് സമയത്ത് എത്തിച്ചേരുന്നില്ല. അവർ അയോഗ്യരായി മാറി. അതിനാൽ ഭൃത്യന്മാർ വഴിക്കവലകളിൽ നിന്ന് അവിടെ കണ്ടെത്തിയവരെയെല്ലാം വിരുന്നിന് ക്ഷണിക്കുകയാണ്. മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് എഴുന്നള്ളി. വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരുവനെ അവിടെ കണ്ടു. രാജാവ് പരിചാരകരോട് പറയുന്നു, അവൻ്റെ കൈകാലുകൾ കെട്ടി പുറത്തേക്ക് അന്ധകാരത്തിലേക്ക് എറിയുക എന്ന്. അപ്പോൾ വിവാഹ വസ്ത്രം എന്നുദ്ദേശിച്ചത് വിശുദ്ധിയാണ്. അപ്പോൾ വിശുദ്ധി കൂടാതെ സ്വർഗരാജ്യത്തിൽ ആർക്കും പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് യേശുനാഥൻ പഠിപ്പിക്കുകയാണ്. 1 തെസ്സലോനിക്ക 4:7 തിരുവചനം പറയുന്നു, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ നമുക്ക് വിശുദ്ധിയുള്ളവരായി ജീവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.